നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിൻ്റെ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്ലൈ അല്ല ചെയ്യണത്. ഈ ഫേസ് പാക്ക് നമ്മളൊരു ഐസ് ക്യൂബ് ആക്കിയിട്ടാണ് നമ്മൾ ഫേസിലോട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് നമ്മളെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും നമ്മളെ സ്കിന്നിനെ ഇത് നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഫേസ് പാക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ സ്കിൻ ഗ്ലോയിങ് ആൻഡ് വൈറ്റനിങ് ഫേസ് പാക്ക് അല്ലെങ്കിൽ എന്താ നമ്മളൊരു ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു 1 ടേബിൾ സ്പൂൺ മുൾത്താനി മിട്ടി. അത് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലവർ കടലമാവ് മുഖത്ത് തേക്കുമ്പോഴേക്കും അവർക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ കടലമാവിൽ പുഴു ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ കടലമാവ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കടലമാവ് നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് മുഖത്തോട്ട് തേച്ചാൽ മതി. പിന്നെ നമുക്ക് കടലമാവില്ലാന്നുണ്ടെങ്കിൽ മാത്രം കടലമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുൾത്താനി മിറ്റിയും കടലമാവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നാരങ്ങ നീരൊഴിക്കേണ്ട. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങിൻ്റെ നീര് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഫുള്ള് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് നമ്മൾ റോസ് വാട്ടറിലാണ്. നിങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ കുറേ റോസ് വാട്ടർ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്ക് പിന്നെയും അതിലോട്ട് റോസ് വാട്ടർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ലൂസായിട്ടുള്ള ഒരു പാക്ക് പോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുകാരും ഓയിലി സ്കിന്നുകാരും ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുക. പിന്നെ നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്കിതിൽ പച്ചവെള്ളം യൂസ് ചെയ്താലും മതി. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല, ഒരു മീഡിയം ആയിട്ടിരിക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അലോവേര ജെൽ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാക്ക് നമുക്കൊരു ഐസ് ട്രേയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരമണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളെ മുഖത്തോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസ് ക്യൂബ് ഇതിനി എങ്ങനെയാണ് നമ്മളെ മുഖത്തോട്ട് നമ്മൾ തേക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഐസ് ക്യൂബ് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമ്മളെ മുഖത്തോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് ഈ ഐസ് ക്യൂബ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളെ മുഖത്തോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ തുണിക്കകത്ത് നമ്മളെ പാക്ക് ഇരിപ്പില്ലേ, ഈ പാക്കിനെ എടുത്തിട്ട് നമ്മളെ മുഖത്തോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മുൾത്താനി മിട്ടി ഇത് നമ്മളെ മുഖത്തുള്ള ആക്നെ പിമ്പിൾ പോകാനും നമ്മളെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ്, സൺബൺ, പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇത് നമ്മളെ മുഖം വെളുപ്പിക്കാനും മുഖം നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മുഖത്തുള്ള ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ മുഖത്തിന് ഇത് നന്നായിട്ട് നറിഷ് ചെയ്ത് നമുക്ക് മുഖത്ത് ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും മുൾത്താനി മിട്ടി ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കടലമാവ്. കടലമാവ് നമ്മളെ മുഖത്തുള്ള ആക്നെ പിമ്പിൾ പോകാനും സൺബൺ ഒക്കെ പോകാനും നമ്മളെ സ്കിന്നിന് ഇത് നന്നായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്ത് നമ്മളെ മുഖത്ത് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഫേഷ്യൽ ഹെയർ പോകാനും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും കടലമാവ് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് നാരങ്ങ നീര്. അത് നമ്മളെ മുഖത്തുള്ള സൺബൺ, പിഗ്മെൻറ്റേഷൻ, ആക്നെ, ഡാർക്ക് സ്പോട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാനും ഹെൽപ്പ് ചെയ്ത് നമ്മളെ മുഖം നന്നായിട്ട് വെളുപ്പിക്കാനും ഗ്ലോയിങ് ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. സോ അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള അലോവേര ജെൽ അത് നമ്മളെ മുഖത്തുള്ള സൺബൺ പോകാനും നമ്മളെ സ്കിന്നിനെ ഇത് നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും സ്മൂത്തൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് റോസ് വാട്ടർ. അത് നമ്മളെ മുഖത്തുള്ള pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മളെ സ്കിന്നിനെ ഇത് നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ മുഖത്തുള്ള ഓപ്പൺ പോർസ് ഒക്കെ ടൈറ്റൻ ചെയ്യാനും നമ്മളെ മുഖത്തുള്ള ആക്നെ, റെഡ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഐസ് ക്യൂബ് നമ്മളെ മുഖത്തോട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ആ തുണിയിലുള്ള നമ്മളെ പാക്ക് അതെടുത്തിട്ട് നമ്മളെ മുഖത്തോട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വരെ വെച്ചിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ നമ്മളെ മുഖം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണാനും പറ്റും. സോ ഈ പാക്ക് ഞാൻ എൻ്റെ മുഖത്ത് 20 മിനിറ്റ് വരെ വെച്ചിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ എൻ്റെ മുഖം കഴുകിയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണാനും പറ്റും. ഗായ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.